കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ തൊഴിലാളികളുടെ ദിവസക്കൂലി വർദ്ധിപ്പിച്ചത് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടു. ഇതുപ്രകാരം ഹരിയാനയിലും സിക്കിമിലും ഏറ്റവും ഉയർന്ന വേതനമായ 374 രൂപ ലഭിക്കും. അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലുമാണ് ഏറ്റവും കുറവ് വേതനം 234 രൂപ. കേരളത്തിൽ 333 രൂപയായിരുന്നത് 349 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് 300, ആസാം 249, ബീഹാർ 245, ഛത്തീസ്ഗഡ് 243, ഗോവ 356, ഗുജറാത്ത് 280, ഹിമാചൽ പ്രദേശ് ഷെഡ്യൂൾഡ് ഏരിയ 295, ഹിമാചൽ പ്രദേശ് നോൺ ഹിമാചൽ പ്രദേശ് 236, ജമ്മു കാശ്മീർ 259, ലഡാക്ക് 259, ജാർഖണ്ഡ് 245, കർണാടക 349 എന്നിങ്ങനെയാണ് നിരക്കുകൾ. കേരളം 346, മധ്യപ്രദേശ് 243, മഹാരാഷ്ട്ര 297, മണിപ്പൂർ 272, മേഘാലയ 254, മിസോറാം 266, ഒഡീഷ 254, പഞ്ചാബ് 322, രാജസ്ഥാൻ 266, സിക്കിം 249. സിക്കിമിലെ 3 പഞ്ചായത്തുകളിൽ 374, തമിഴ്നാട് 319, തെലങ്കാന 242, ഉത്തരാഖണ്ഡ് 237, വെസ്റ്റ് ബംഗാൾ 250, ആൻഡമാൻ ജില്ല 329, നിക്കോബാർ ജില്ല 347, ബാന്ദ്രാനഗർ ഹവേലി 324, ദമാൻ ആൻഡ് ദിയു 324, ലക്ഷദ്വീപ് 315, പുതുച്ചേരി 319 എന്നിങ്ങനെയാണ് പുതുക്കിയ വേതനഘടന. വർദ്ധിപ്പിച്ച വേതനം 2024 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരും.